നമ്മുടെ നാടും നമ്മുടെ സംസ്കാരമൊക്കെ കയ്യിൽ നിന്ന് പോകാടോ. എനിക്കും നിങ്ങൾക്കൊക്കെ ആൺമക്കളും പെൺമക്കളും ഒക്കെ ഉണ്ടല്ലേ. ഏതാനും ദിവസങ്ങളായി നമ്മുടെ മക്കളൊക്കെ കാണുകയും ആസ്വദിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന വീഡിയോ എന്നറിയോ? തൊപ്പി ഗ്യാങ്ങിൻ്റെ പ്രശ്നങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കുന്ന സമയത്ത് ഒരാൾ ചെയ്ത സ്വയംഭോഗമടക്കമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആൺമക്കൾ അതിൻ്റെ പ്രേക്ഷകരാണെന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് ഇത്തരം തിന്മകളോടുള്ള ഗൗരവം കുറയുന്നതാണ് അവർക്ക് ചിരി വരാനുള്ള കാരണം. നമ്മുടെ മക്കൾ ഈ സ്വയംഭോഗവും ഒരാൾ ചെയ്ത തെമ്മാടിത്തരവും തോന്നിയമാസങ്ങളൊക്കെ പരസ്യമായി പറയുമ്പം നമ്മുടെ മക്കൾ കുടുകുടാച്ചിരിക്കുകയും തൻ്റെ സുഹൃത്തുക്കൾക്ക് അത് പങ്കുവെക്കുകയും ചെയ്യുമ്പം നമ്മുടെ മക്കൾക്ക് അയ്യേ എന്ന് പറയാനുള്ള മനോഭാവം മാറിപ്പോവുകയാണ്. ചെറിയ തെറ്റുകൾ കണ്ടപ്പോൾ നമ്മുടെ ഭൂതകാലം അയ്യേ എന്ന് പറഞ്ഞ മനോഭാവമാണ് ഇന്നും നമ്മളെയൊക്കെ ഈ കാണുന്ന സാംസ്കാരികമായ ഔന്നത്യത്തിൽ എത്തിച്ചത്. എന്നാൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കും? എന്ത് പ്രതീക്ഷിക്കും? എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ആർക്കും ഒരു പ്രശ്നവുമില്ല. പറഞ്ഞാൽ ട്രോളപ്പെടും, പരിഹസിക്കപ്പെടും, ചീത്ത വിളിക്കും. അങ്ങനത്തെ ഒരു ഭയവും വേണ്ട. തിന്മയോട് സന്ധിയില്ലാ സമരം നടത്തിയാൽ അതാണ് നിലപാട്, അതാണ് ആദർശം. അവിടെ ആരെന്തു പറയുന്നു എന്നുള്ളതല്ല, നന്മക്കൊപ്പം മാത്രം നിൽക്കണം. അവിടെ ദൈവകൃപയുണ്ടാവും. പ്രിയപ്പെട്ട സതീശൻ സാറേ, ഇനി വരാൻ പോകുന്നൊരു തലമുറ നിർജീവ ഹൃദയങ്ങളുള്ള കേവലം ശരീരങ്ങളായി മാറും. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പ്രതിഭ ഉണ്ടാക്കാൻ കഴിയാതെ വരും. നമുക്കിനി ഒരു കലാമിനെ വേണം. നമുക്കിനിയും പ്രതിഭാനിരതരായ അനേകായിരം മനുഷ്യർ വേണം. നമ്മുടെ രാജ്യം വികസിക്കണം, നമ്മുടെ സമൂഹം പ്രബുദ്ധമാകണം. എങ്ങനെയാവും എൻ്റെ പ്രിയപ്പെട്ട സാറേ? തുണി ഉരിഞ്ഞ സമൂഹത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുന്ന ഇത്തരം തെമ്മാടികളെ കണ്ടിട്ട് ഇങ്ങനെയെങ്കിലും വൈറലാകാമെന്ന് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തുണിയില്ലാത്ത മനുഷ്യന്മാരുടെ പ്രഹേളികയല്ലേ നമ്മുടെ നാട്ടിലുണ്ടാകുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയുകയാണ്, ഇത്തരം ആളുകളെ പൂട്ടാൻ നിങ്ങൾ സന്നദ്ധമായില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയുടെ അവസ്ഥ കണ്ടറിയണം. ഇനി എൻ്റെ പുതിയ തലമുറയിൽ യുവാക്കളോട് പറയണം, മക്കളെ ഒരിക്കലും ഇതൊന്നും അനുകരിക്കരുത്, ഇതൊന്നും ഒരിക്കലും ആസ്വദിക്കരുത്. നിങ്ങൾക്ക് തെറ്റിനോടുള്ള ഗൗരവം കുറഞ്ഞാൽ നിങ്ങൾ നിർജീവങ്ങളായ ഹൃദയമായി മാറിപ്പോകും. നമ്മൾ പഠിക്കണം, അധ്വാനിക്കണം, എഫോർട്ട് എടുക്കണം, ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കണം. അങ്ങനെ കിട്ടുന്ന ഏതൊരു സ്ഥാനത്തിനും മാന്യതയുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അല്ലാത്തതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യത്തോടു കൂടിയുള്ള നോട്ടങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ഇന്ന് ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ഫോഴ്സ്ഫുള്ളി പറഞ്ഞിട്ടുണ്ടാകും, നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിക്കെന്ന് പറഞ്ഞു. മക്കളെ, നിങ്ങളെ ഉപദ്രവിക്കണമെന്ന ആഗ്രഹം കൊണ്ടല്ല. നിങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ എത്തിപ്പെട്ട ദുരവസ്ഥയിലേക്ക്, അവരുടെ കഷ്ടപ്പാടിലേക്ക് എത്തരുത്. നിങ്ങൾ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ടാണ്. അവർ പറഞ്ഞ വഴിയിലൂടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയാലും അതിൽ ദൈവകൃപയുണ്ട്. ദൈവകൃപയുള്ള ഏതൊന്നിനും ഒരു പിടിവള്ളി ഉണ്ടാകും. ഏതെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കും. എവിടെ നിങ്ങൾ വീണു പോയാലും ഒരു ഉദയത്തിൻ്റെ വഴി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ ഭാവി കണ്ടറിയേണ്ടി വരും. ഒപ്പം പഠിച്ച പലരും പല സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് എത്തുമ്പോഴും നിങ്ങൾ ഒരു 100 രൂപ നോട്ടിന് വേണ്ടി നിങ്ങൾ പലരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. വർത്തമാനകാലത്ത് പണമില്ലാത്തവന് ഒരു മനുഷ്യൻ്റെ മുമ്പിലും യാതൊരു വിലയില്ല. എന്ന് വെച്ച് എല്ലാ വഴിയിലൂടെയും കിട്ടുന്ന പണം ഉണ്ടാക്കണമെന്നല്ല. പഠിച്ചും അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന് നമുക്കൊരു ആദരവും ബഹുമാനവും തരാൻ കഴിയും. ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് ഇപ്പം എന്ത് കാര്യം? അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇത്തരം തെമ്മാടിത്തരങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ അന്തസ്സുള്ളവരായി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, മനുഷ്യൻ്റെ ലജ്ജ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് എന്തും കാണിക്കാം. പിന്നെ അവൻ ഒന്നുമല്ല ഈ ഭൂമിയിൽ.